ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ ഇന്ന് പറയുന്നത് അർജുനനെ സംബന്ധിച്ച ഒരു മെസ്സേജ്, അഥവാ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് മെസ്സേജിൽ നിന്ന് ഒരു കർണാടകയിലെ ഒരു ഓൺലൈൻ മാധ്യമം പുറത്തുവിട്ട ഒരു വാർത്തയാണ് ഞാൻ ഈ പറയുന്നത്. അർജുനൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം അർജുനൻ മരിച്ചിട്ടില്ലെന്നും അർജുനൻ മരിച്ചിട്ടില്ല എന്നതിന് തെളിവുകളും സമർത്ഥിച്ചുകൊണ്ട് ഒരു ഓൺലൈൻ മീഡിയയിൽ വന്ന ഒരു വിവരമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഞാനും ആ വിവരമൊന്ന് ആർത്തിയോടെ ഒന്ന് കേട്ടു നോക്കി. അപ്പോൾ യഥാർത്ഥത്തിൽ അതിൽ പറയുന്നത്, സ്വാഭാവികമായിട്ടും അർജുൻ മനുഷ്യ മനസ്സുകളിൽ നിന്ന് എല്ലാ കാലവും ജീവിച്ചിരിക്കുന്ന വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ ലോകം മുഴുവനും ജാതി മത ഭേദമന്യേ അർജുനനെ ഓർക്കുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഉദാഹരണം, നമ്മളൊക്കെ പഴമക്കാരൊക്കെ ഗീതയിൽ മഹാഭാരത കഥകളിൽ പറയുന്ന അർജുനൻ്റെ കഥാപാത്രം അഥവാ അർജുനൻ്റെ പേരിനെ അന്വർത്ഥമാക്കിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് യഥാർത്ഥത്തിൽ അർജുൻ എന്നാണ് അതിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ തിന്മയോട് ഏറ്റുമുട്ടിയിട്ട് സ്വാഭാവികമായിട്ടും ആ തിന്മയോട് ഏറ്റുമുട്ടി വിജയം വരിച്ച ഒരു കഥാപാത്രമാണ് യഥാർത്ഥത്തിൽ പഞ്ചപാണ്ഡവന്മാരിൽ ഒരാളായ അർജുനനെ സംബന്ധിച്ച് ഹിന്ദുമത വിശ്വാസികളൊക്കെ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ സ്വന്തം കുടുംബത്തിന് വേണ്ടി രാപ്പകൽ അധ്വാനിച്ച് ആ കുടുംബത്തോട് ആത്മാർത്ഥത പുലർത്തിയ അച്ഛനെയും അമ്മയെയും ഭാര്യയെയും മകനെയും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ധർമ്മബോധം, അഥവാ തൻ്റെ ഭാര്യയോട് അഥവാ ഒരു തോന്നിവാസത്തിനൊന്നും പോയതല്ല യഥാർത്ഥത്തിൽ, മറിച്ച് തൻ്റേതായിട്ടുള്ള ജീവിതമാർഗങ്ങൾ, തൻ്റെ കുടുംബത്തെ മാന്യമായ രീതിയിൽ പോറ്റിക്കൊണ്ടുവരാൻ എന്താ പറയുക, അത് യഥാർത്ഥത്തിൽ ഒരു വീര രക്തസാക്ഷിത്വമാണ്. സ്വന്തം ഏതു മതത്തിൻ്റെ വിശ്വാസത്തിലായാലും ശരി, പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു മനുഷ്യൻ അവൻ്റെ ജീവനോപാധിക്കിടയിൽ അവന് മരണം സംഭവിച്ചാൽ അതൊരു വീര രക്തസാക്ഷിത്വമാണ്. എന്നതുപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ അർജുൻ ജീവിച്ചിരിക്കുന്നു മനുഷ്യ മനസ്സുകളിലായിട്ട്, ലോകത്ത് അമരനായിട്ട്. ഇപ്പോൾ ഇന്നും നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഗീതയിലെയും മറ്റും കഥാപാത്രങ്ങളെ നമ്മൾ ഓർക്കുന്നത്? കാരണം അവർ അനശ്വരമായിരിക്കുന്നു യഥാർത്ഥത്തിൽ. അതുപോലെ തന്നെ പ്രവാചക കാലഘട്ടത്തിൽ നമ്മൾ പറയുന്ന ബദർ യുദ്ധം, തിന്മകളോട് ഏറ്റുമുട്ടിയിട്ട് അതിൽ കൊല്ലപ്പെടുന്ന വീരപുരുഷന്മാർക്ക് പറയുന്നതാണ് രക്തസാക്ഷികൾ, ശുഹദാക്കൾ എന്ന് പറഞ്ഞാൽ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ മുസ്ലിങ്ങളോട് പറയുന്നുണ്ട്, മനുഷ്യരോട് പറയുന്നുണ്ട്, വലാ തഹസബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ് അംവാതൻ ബൽ അഹ്യാഉം ഇൻദ റബ്ബിഹിം യുർസഖൂൻ. ദൈവമാർഗത്തിൽ കൊല്ലപ്പെട്ട ആളുകളെ അവർ മരിച്ചു അല്ലെങ്കിൽ ജീവൻ പോയി എന്നൊന്നും നിങ്ങൾ പറയരുത്. അവർ ദൈവമാർഗത്തിൽ എന്നും ജീവിച്ചിരിപ്പുള്ളവരാണ്. ഈ ഒരവസ്ഥ യഥാർത്ഥത്തിൽ അർജുനൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ആ ഓൺലൈൻ മാധ്യമം പറയുന്നത്. അപ്പം ഞാനത് പറയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ എല്ലാ മനസ്സുകളിലും കാലങ്ങളോളം നിലനിൽക്കുന്ന ഒരു വീരപുരുഷ കഥാപാത്രമായി നോക്കണം, ഒരു വീരേതിഹാസത്തിൻ്റെ ഒരു പദവിയോടുകൂടെ മനുഷ്യ മനസ്സുകളിൽ എല്ലാവരും ആ അർജുനനെ ഓർക്കുന്നു. നമസ്കാര പായകളിൽ ഉമ്മമാരും പള്ളി മിനാരങ്ങളിൽ നിന്ന് നോക്കണം, പള്ളി മിഹ്റാബുകളിലുള്ള പ്രാർത്ഥന, പള്ളി മിഹ്റാബുകളിൽ അർജുനനെ ഓർത്തു. അതോടൊപ്പം തന്നെ കുർബാനകൾക്കിടയിൽ അച്ഛന്മാർ ഓർത്തു. അതോടൊപ്പം തന്നെ എല്ലാവരും അർജുനനെ ശരീരത്തോടുകൂടെ ജീവനോടുകൂടെ ലഭിക്കണേ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു. പക്ഷേ ദൈവവിധി മറ്റൊന്നായിരുന്നു. എന്നിരുന്നാലും നാം ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അർജുനൻ്റെ ശരീരം പോലും, ഭൗതിക ജഡം പോലും നമുക്ക് ലഭിക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ പ്രാർത്ഥനയുടെ ഫലമാവാം, ആ ശക്തി കൊണ്ട് തന്നെയാവാം അർജുനൻ്റെ ആ ഭൗതിക ജഡം കിട്ടുകയും അതുവഴി ആ കുടുംബത്തിന് ഒരു ആശ്വാസവും മാത്രമല്ല, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ, സ്വാഭാവികമായിട്ടും ആ അർജുനൻ്റെ ഭൗതിക ജഡം ലഭിച്ചു എന്നത് ആ കുടുംബത്തിൻ്റെ ആശ്വാസമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ രാജ്യത്തെ നിയമമനുസരിച്ച് ഒരു 6-7 കൊല്ലം നടക്കണം. പിന്നീട് ആ മിസ്സിംഗ് കേസ് എന്ന് എന്താ പറയുക FIR ക്ലോസ് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ വണ്ടി തരാമെന്ന് മനാഫിനോട് കലക്ടർ പോലും വിളിച്ചു പറഞ്ഞതാണ്. അതൊന്നും അംഗീകരിക്കാതെ എൻ്റെ സഹോദരനാണ് അർജുനെന്നും എൻ്റെ കോടിക്കണക്കിനുള്ള വണ്ടി നഷ്ടപ്പെട്ടാലും എനിക്ക് അത് തേർഡ് പാർട്ടിയാണ്,
തീർച്ചയായിട്ടും അതുകൊണ്ട് അർജുനന് അതിൻ്റെ നഷ്ടം കിട്ടുകയും ആ കുടുംബത്തിന് അത് കിട്ടുകയും ചെയ്യണം. അതിനു വേണ്ടി ഞാൻ പ്രവർത്തിക്കുകയാണ്. എനിക്ക് മറ്റൊന്നും വേണ്ട, എൻ്റെ വണ്ടിക്ക് ഒന്നും വേണ്ട, എനിക്ക് എൻ്റെ അർജുനൻ എന്നാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എൻ്റെ കുട്ടികൾ, എനിക്കിപ്പോൾ 3 കുട്ടികളുള്ളത്, അർജുനൻ്റെ കുട്ടിയടക്കം എനിക്കിപ്പോൾ 4 കുട്ടികളായി. നമ്മളൊക്കെ സാധാരണ ഒരു വൈകാരിക സമയത്ത് ഇത്തരത്തിലുള്ള ചില വാക്കുകളൊക്കെ പറഞ്ഞാൽ പോലും പിന്നീട് അതൊന്നും കാണാറില്ല സാധാരണ. പക്ഷെ തീർച്ചയായിട്ടും ആ മനാഫിൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ആത്മാർത്ഥത തീർച്ചയായിട്ടും അത് അക്ഷരം പ്രതി അദ്ദേഹം നടപ്പിലാക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ 4ാമത്തെ ഒരു കുഞ്ഞായിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ മതസൗഹാർദ്ദം, സ്നേഹം, തൻ്റെ ഇതര മതസ്ഥരായിട്ട് പോലും ചേർത്ത് പിടിച്ച സഹോദരനെ പോലെ ചേർത്ത് പിടിച്ച ആ അത്യുത്തമ വ്യക്തിത്വം സത്യത്തിൽ നമ്മൾ ഈ കാലത്ത് കാണാൻ കഴിയുകയില്ല. ലക്ഷം പേരുകളുള്ളതിൽ അവനൊരു ലക്ഷണമൊത്തവൻ 1 2 എന്ന് പറയുന്ന ആ കവിതാ ശകലത്തെ അന്യർത്ഥമാക്കുന്ന ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ആ മനാഫ് തൻ്റെ ജീവിതം കൊണ്ട് ലോകത്തിന് കാണിച്ചു കൊടുത്തത്. ആലോചിച്ച് നോക്ക്, വേറെ ആർക്കും ഇത്തരത്തിൽ ഈ കാലഘട്ടത്തിൽ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റുകളിലൂടെ പറയൂ. ആലോചിച്ച് നോക്ക്, 75 ദിവസത്തോളം മഴയും വെയിലും വകവെക്കാതെ തൻ്റെ സഹോദരൻ അർജുനൻ ഇന്ന ഭാഗത്തുണ്ട് തിരയണം ആ ഡഡ്ജർ കൊണ്ടുവരാൻ സഹായിച്ചത്. അതോടൊപ്പം തന്നെ അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും അതിനു വേണ്ടി എന്താ പറയുക, കണ്ണിലെണ്ണയൊഴിച്ച് 75 നാള് നോക്കണം. മഴയും വെയിലും കൊണ്ട് രോഗിയായി എന്ന് പറയാവുന്ന അവസ്ഥ. ഒരിക്കലും അവൻ്റെ ആവശ്യം മനാഫിനുണ്ടായിരുന്നില്ല. മനാഫിന് എന്നാൽ അത് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തോളൂ എന്ന് ആ കലക്ടറും ഇൻഷൂർ കമ്പനിയും പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പുതിയൊരു വണ്ടി ലഭിക്കുകയും ഇൻഷൂർ ആനുകൂല്യങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയും ഒക്കെ ചെയ്യും. ഈ അർജുനന് വേണ്ടി ഇത്രയേറെ ത്യാഗം സഹിച്ച് ഇത്രയേറെ ആളുകളുടെ ചീത്തപ്പേരുകൾ എത്ര കേട്ടു, ആലോചിച്ച് നോക്ക്. അപ്പോൾ ഏറ്റവും മഹത്തായ ഒരു പ്രവർത്തനം അതാണ്, തൻ്റെ വിശ്വാസമാണത്. എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായ ദൈവവിശ്വാസം മനുഷ്യർക്കിടയിൽ ഉണ്ടായാൽ അതാണ് യഥാർത്ഥ മതവിശ്വാസം. അവരെ വർഗീയവാദിയാക്കുന്നില്ല, അവരെ ഭീകരവാദിയാക്കുന്നില്ല, മറിച്ച് അവരെ ചേർത്ത് പിടിക്കുകയാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതോടൊപ്പം തന്നെ ഒരു വർഗീയവാദി അതിൽ അവന് കിട്ടിയ ആ സമയം അവൻ്റെ നാവ് കൊണ്ട് ഉപയോഗിച്ച് ടെലികാസ്റ്റ് ചെയ്ത ആ വിഷവാക്കുകൾ ലോകം മുഴുവൻ എത്തി. ആ വർഗീയവാദി ആരാണ്, ആ VK ബൈജു എന്ന് ലോകത്തിന് മനസ്സിലായി. ഒരു മനുഷ്യൻ എത്രമാത്രം അധപ്പതിക്കാം, RSS ആയാൽ ഹിന്ദു വർഗീയവാദി എത്രമാത്രം അധപ്പതിക്കുന്നവനാണ് എന്ന് ആ ബിജുവിൻ്റെ വാക്കുകളിലൂടെ ലോകം കണ്ടറിഞ്ഞു. ആലോചിച്ച് നോക്കൂ. അതോടൊപ്പം തന്നെ ഒരു മുസ്ലിം അവൻ്റെ ആത്മാർത്ഥതയും കാണിച്ചു. ഞാനൊരു ചെറിയ കഥ പറയുകയാണ്. പ്രവാചക കാലഘട്ടത്തിൽ തന്നെ ആട്ടി പുറത്താക്കിയ ആ മക്കാർക്ക് പിന്നീട് ഒരു വർഷം മഴ കിട്ടാതെ അവിടെ അവർ കഷ്ടപ്പാടിൻ്റെ കൊട്ടയായി. അതറിയാമല്ലോ, മരുഭൂമിയാണ്. ആ മരുഭൂമിയിൽ മഴ പോലും കിട്ടിയില്ലെങ്കിലോ, ആ വരൾച്ചാ ഭൂമിയിൽ മഴ കിട്ടിയില്ലെങ്കിൽ അവർക്ക് വെള്ളം കുടിക്കാനും നനയ്ക്കാനും കൃഷി ചെയ്യാനും ഒന്നും ഉണ്ടാവില്ല. അവിടെ ഒട്ടകത്തിന് വെള്ളം ധാരാളം വേണം. അവർ ജീവിതം നാശത്തിലെത്തുമാറ് എന്ന വിവരം പ്രവാചകൻ അറിയുകയാണ്, അബീ സുഫിയാൻ എന്ന ഒരു ഗോത്രപ്രമുഖൻ വഴി. അപ്പോൾ പ്രവാചകൻ ആട്ടി പുറത്താക്കിയിട്ടുള്ള ആ നാട്ടുകാർക്ക് കിട്ടിയ ചാൻസ് അല്ലേ, പടച്ചവനെ അവരെ മുഴുവനായിട്ട് നീ അങ്ങോട്ട് നശിപ്പിച്ചു കളാ എന്ന് പറയാൻ പറ്റും. പക്ഷേ ആ പ്രവാചകൻ തൻ്റെ 2 കൈകളും ഉയർത്തി അവസരം കിട്ടിയപ്പോൾ തന്നെ ആക്രമിച്ച ആ മർദ്ദകർക്ക് വേണ്ടി അവിടുന്ന് 2 കൈകളും ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ചു, സർവശക്തനായ ദൈവമേ, അള്ളാഹുവേ, ആ മക്കാർ വലിയ പ്രയാസത്തിലാണ്, അതുകൊണ്ട് നീ മക്കാർക്ക് നീ മഴ നൽകി അവരെ സഹായിക്കണമേ. ആലോചിച്ച് നോക്കണം. ഇത് ചരിത്രത്തിൻ്റെ താളുകളിൽ തങ്കലിപികളാൽ ചേർത്ത് കിടക്കുന്നുണ്ട്. നോക്കണം. പിന്നീട് അവിടെ മഴ ലഭിക്കുകയും അവരുടെ പ്രയാസം തീരുകയും ചെയ്തു. അതാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകത്തിന് കാരുണ്യവും കരുണയുമായിട്ടല്ലാതെ ഒരു ദൈവദൂതരെയും പ്രത്യേകിച്ച് താങ്കളെയും നാം നിയോഗിച്ചിട്ടില്ല. ഇത് ഓരോ മനുഷ്യനും അക്ഷരാർത്ഥത്തിൽ അവൻ്റെ ഒരു പുരുഷായുസ് എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത് എന്നതിൻ്റെ നല്ല ഉദാഹരണമാണ് ആ പ്രവാചക വ്യക്തിത്വം നമ്മളോട് പറയുന്നത്. ആ പ്രവാചക വ്യക്തിത്വത്തിൽ നിന്ന് ഒരു അംശം ഒപ്പിയെടുത്തതാണ് യഥാർത്ഥത്തിൽ മനാഫ് തൻ്റെ ജീവിതത്തിൽ അർജുനൻ എന്ന സഹോദരനോട് കാണിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ കഥാപാത്രങ്ങളും
യഥാർത്ഥത്തിൽ നന്മയുടെ പര്യായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.